ചോരാണ് മരം തന്നെയല്ല റോഡ് സൈഡിലുള്ള മരം അതെ പോയിക്കോ. ഏതോ റെസ്റ്റോറന്റ് ആണ് കൂട്ടി എനിക്ക് സ്റ്റിക്ക് വേണക്ക എന്റെ ഫോൺ ഇങ്ങനെ പിടിക്കാൻ. ശ്രദ്ധിക്കേ. നിങ്ങക്ക് പേടിയാ? ഭയോ ആട് ഒന്ന് വലിയ ഗ്യാസ് ഓടിക്കും ആഹാ ബോട്ടിൽ പോകുന്ന അവിടെ വേണം. ഞാൻ എന്നോട് പറഞ്ഞു പിടിക്കുന്ന ആളുണ്ടല്ലോ, അത് വലിയൊരു ബ്ലോഗറാണ്. ആളുടെ ചാനലിന്റെ പേര് പറയില്ല. വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരിച്ച് നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടെയെല്ലാം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊട്ടിക്കൂടെയെല്ലാം പൊട്ടിയിട്ട് പല പല ഭാഗത്താണ് പൊട്ടുന്നത്. ഒരു ഉദാഹരണം മാത്രമാണ്. ആ വളവിൽ കിടക്കുന്ന ഇടത്തുനിന്ന് വലത്തോട്ട് അതുപോലെ എഴുതുന്നുണ്ട്. അന്ന് താഴെ പാറയുടെ മോളിക്കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കൂടെ അധികം വെള്ളം ഒഴുകും. ഇവിടെ പാറയുടെ പൊത്തുകൂടെ പോയിട്ട് പല പല ഭാഗത്ത് പൊന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴിയും എടുക്കുന്നതിലേക്ക് വീട് പോയാൽ പോയി കൂടെ കാണാൻ മഞ്ഞളിച്ച തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടും. പക്ഷെ അപകടങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി
അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറം ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യന്ത്രങ്ങൾ വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്ന് ഓപ്പൺ പ്ലേസ് ആയിരുന്നു, ടൂറിസ്റ്റ് പ്ലേസ് അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആളുകളെല്ലാം ഈ വെള്ളത്തോടെ കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെ കക്കയും ഉരക്കുഴി വെള്ളത്തോടും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകി പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ താഴെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, കരിയാത്തുംപാറ തോണിക്കടവ്. ആ തോണിക്കടവിലേക്ക് ഒഴുകി പോകുന്ന വെള്ളതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്രമെന്ന് ആഗ്രഹിച്ചില്ല. എത്രമെന്ന് കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറുമെന്ന് മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താനൊക്കുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാറ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മോടി 4 പതിക്കുന്നതാണ്. ഇത് കാണില്ല. ഈ പാലം ഉണ്ടായിരുന്നു. നമുക്ക് പാലത്തെ കയറിയാൽ ഇന്ന് യഥാർത്ഥ കുഴിയുള്ള കാണാൻ. പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നിട്ടു. കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി ഒന്ന് കഴിഞ്ഞു 3 ദിവസം. അങ്ങനെയാണ് ഈ പാലം പൊട്ടി പിന്നെയാണ് കമ്പിവേലിയിലിട്ട്. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ, മൂക്ക്, വായി തടിച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപൊത്തിൽ സഞ്ചാരികൾ 5 മണി മാത്രമേ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് കീടിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ വാണാസുരസാഗർ. വാണാസുരസാഗറിന് വെള്ളം തോന്നിട്ട് കക്കയണക്കെട്ട് വരും. കക്കയണക്കെട്ട് വന്നിട്ട് പെരുന്നാമുടി അണക്കെട്ടിലേക്ക് ഇതിനെ പോകും. പിന്നെ അപ്പക്കുട്ടം പള്ളിക്കുന്നൊരു ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാരയിട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇതെല്ലാം കേട്ടുകെടുത്ത് മാത്രമേ നോക്കാം. പിന്നെ വയനാട്ടിൽ എത്ര കാണാനുണ്ട്. ഇന്നൊരു കടുവയുടെ പൊടിയുണ്ട്, എല്ലാം നിറയുന്നുണ്ട്. ഓക്കെ.